പശ്ചിമേഷ്യയെ വീണ്ടും ഒരു വമ്പൻ യുദ്ധത്തിന്റെ നിഴലിലേക്ക് തള്ളിവിടുമായിരുന്ന അതീവ ഞെട്ടിക്കുന്ന ഒരു രാജ്യാന്തര കൊലപാതക ഗൂഢാലോചനയുടെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖ്ചി, പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ, ഗാലിബാദ് എന്നിവരെ വധിക്കാൻ ഇസ്രയേൽ അതീവ രഹസ്യമായി പദ്ധതിയിട്ടിരുന്നുവെന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എന്നാൽ സമാധാന ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്ന ഈ രണ്ട് പ്രമുഖ ഇറാനി നേതാക്കളുടെയും പേരിലുള്ള ഇസ്രായേലിന്റെ ഹിറ്റ് ലിസ്റ്റ് അമേരിക്ക ചോർത്തുകയും അത് ഇറാന് രഹസ്യമായി കൈമാറി വധശ്രമം പരാജയപ്പെടുത്തുകയുമായിരുന്നുവെന്ന് പ്രമുഖ അന്താരാഷ്ട്ര മാധ്യമമായ ദി ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഫെബ്രുവരി 28-ന് യുദ്ധം പ്രഖ്യാപിച്ചതു മുതൽ ഇറാന്റെ മുതിർന്ന നേതൃത്വത്തെയും നയതന്ത്രജ്ഞരെയും തന്ത്രപരമായി ഇല്ലാതാക്കാനായിരുന്നു ഇസ്രായേൽ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരുന്നത്. ഫെബ്രുവരി 28-ന് യുദ്ധം ആരംഭിച്ചതു മുതൽ ഇറാന്റെ മുതിർന്ന നേതൃത്വത്തെ എല്ലാം ഇസ്രായേൽ ലക്ഷ്യം വെച്ചിരുന്നു. ഈ തന്ത്രത്തിന്റെ ഭാഗമായി ഇറാന്റെ മുൻ ദേശീയ സുരക്ഷാ മേധാവി അലി ലാൽജാനി, മുൻ വിദേശകാര്യമന്ത്രി കമൽ ഖരാസി എന്നിവരെ ഇസ്രായേൽ നേരത്തെ വിജയകരമായി വധിച്ചിരുന്നു. ഈ രണ്ട് പ്രമുഖരുടെ വധത്തിന് പിന്നാലെയാണ് വെടിനിർത്തൽ ചർച്ചകൾക്ക് സജീവമായി നേതൃത്വം നൽകിക്കൊണ്ടുള്ള ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖ്ചിയും പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗാലിബാദും ഇസ്രായേലിന്റെ പുതിയ ഹിറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നത്. ഇരു രാജ്യങ്ങളും തമ്മിൽ താൽക്കാലിക ശമനമുണ്ടായ ഘട്ടത്തിലാണ് ഇസ്രായേൽ ഈ വൻ അട്ടിമറിക്ക് പദ്ധതിയിട്ടത്. സമാധാന ചർച്ചകൾ പുരോഗമിക്കുന്ന അതീവ നിർണായകപരമായ ഘട്ടത്തിൽ ഇറാന്റെ ഈ രണ്ട് സുപ്രധാന നേതാക്കൾ കൊല്ലപ്പെട്ടാൽ അത് അതുവരെ ഉണ്ടായിരുന്ന എല്ലാ സമാധാന ശ്രമങ്ങളെയും പൂർണ്ണമായും തകർക്കുമെന്നും വീണ്ടും ഒരു വൻ യുദ്ധത്തിന് കാരണമാകുമെന്നും അമേരിക്ക കടുത്ത രീതിയിൽ ഭയപ്പെട്ടു. ഇസ്രായേലിന്റെ നീക്കങ്ങൾ സമാധാന അന്തരീക്ഷം തകർക്കുമെന്ന് ഉറപ്പായതോടെ അമേരിക്ക സ്വന്തം സഖ്യകക്ഷിയുടെ രഹസ്യ പദ്ധതി ചോർത്താൻ തീരുമാനിക്കുകയായിരുന്നു. അറാഖ്ചിയും ഖാലിബാബിയും നേരത്തെ ഇസ്രായേലിന്റെ കടുത്ത ആക്രമണം ഉടനടി ഉണ്ടായേക്കുമെന്ന് US ഉദ്യോഗസ്ഥർക്ക് കൃത്യമായ വിവരം ലഭിച്ചു. തൊട്ടുപിന്നാലെ അവർ പരോക്ഷമായി ഇറാനി വധശ്രമത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് നൽകുകയായിരുന്നു. നയതന്ത്രപരമായ കാരണങ്ങളാൽ വാഷിംഗ്ടൺ നേരിട്ടല്ല ഈ വിവരം ചോർത്തിയത്. പശ്ചിമേഷ്യൻ മേഖലയിലെ മറ്റു ചില സുഹൃത്ത് രാജ്യങ്ങൾ മുഖേനയാണ് അതീവ രഹസ്യമായി ഈ ഹിറ്റ് ലിസ്റ്റ് വിവരം വാഷിംഗ്ടൺ ടെഹ്റാനെ ഔദ്യോഗികമായി അറിയിച്ചത്. കഴിഞ്ഞ മാർച്ച് മാസത്തിൽ ഈ വധശ്രമ ഗൂഢാലോചന തടയുന്നതിൽ അയൽരാജ്യമായ പാകിസ്ഥാനും അതീവ നിർണായകമായ ഒരു പങ്ക് വഹിച്ചിരുന്നു. എന്നാൽ വെടിനിർത്തലിന് ശേഷവും ഈ താൽക്കാലിക ശമനം അധികനാൾ നീണ്ടു നിന്നില്ല. കഴിഞ്ഞ ഏപ്രിൽ 12-ന് കാര്യങ്ങൾ വീണ്ടും കലുഷിതമായി. ഇസ്ലാമാബാദിൽ വെച്ച് US വൈസ് പ്രസിഡന്റ് JD വാൻസുമായി നടത്തിയ അതീവ നിർണായകരമായ ചർച്ചകൾക്ക് ശേഷം ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഖാലിബാബ് മടങ്ങുന്ന സമയത്താണ് നാടകീയ രംഗങ്ങൾ അരങ്ങേറിയത്. ഇറാഖ് വ്യോമാതിർത്തി വഴി രണ്ട് ഇസ്രായേലി യുദ്ധവിമാനങ്ങൾ പെട്ടെന്ന് ഇറാന്റെ വ്യോമാതിർത്തി ലക്ഷ്യമാക്കി കുതിച്ചുയർന്നു. ഖാലിബാബ് സഞ്ചരിച്ച വിമാനത്തെ ആകാശത്ത് വെച്ച് തന്നെ വെടിവെച്ചിടാനായിരുന്നു ഇസ്രായേലിന്റെ തന്ത്രപരമായ നീക്കം. ഇസ്രായേലി യുദ്ധവിമാനങ്ങൾ ഖാലിബാബിന്റെ യുദ്ധവിമാനത്തെ ലക്ഷ്യമിടുന്നു എന്ന അതീവ ഗുരുതരമായ ആഗോള രഹസ്യാന്വേഷണ വിവരം ഇറാൻ സുരക്ഷാ സേനയ്ക്ക് കൃത്യമായ സമയത്ത് ലഭിക്കുകയായിരുന്നു. ഈ സംഭവം ഇസ്രായേലും അമേരിക്കയും തമ്മിൽ വർഷങ്ങളായി പുലർത്തിപ്പോന്ന സമാധാന താൽപര്യങ്ങളിൽ വലിയ വിള്ളലുണ്ടാക്കിയതായാണ് വ്യക്തമാക്കുന്നത്. ഇസ്രായേലിന്റെ കടുത്ത എതിർപ്പുകളെ പൂർണ്ണമായും അവഗണിച്ചാണ് വാഷിംഗ്ടൺ ഇറാനുമായി നയതന്ത്ര ചർച്ചകളുമായി മുന്നോട്ട് പോയത്. പശ്ചിമേഷ്യയിൽ പുറമെ സമാധാന ചർച്ചകൾ നടക്കുമ്പോഴും തിരശ്ശീലയ്ക്ക് പിന്നിൽ കാര്യങ്ങൾ എത്രത്തോളം വഷളായിരുന്നു എന്നാണ് ന്യൂയോർക്ക് ടൈംസിന്റെ ഈ റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. അമേരിക്കയുടെ കൃത്യമായ ഇടപെടൽ ഒന്നുകൊണ്ട് മാത്രമാണ് പശ്ചിമേഷ്യയെ തകർത്ത് തരിപ്പണമാക്കാമായിരുന്ന മറ്റൊരു വൻ യുദ്ധത്തിന് താൽക്കാലികമായെങ്കിലും തടയിടാൻ സാധിച്ചത്. ഇസ്രായേലിന്റെ ഈ കടുത്ത നീക്കങ്ങളെ അമേരിക്ക എങ്ങനെ പ്രതിരോധിക്കുമെന്നാണ് ഇനി ലോകം ഉറ്റുനോക്കുന്നത്.